വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. മേയറാക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ബിജെപി കൗൺസിലർ ആർ ശ്രീലേഖ. മേയറാക്കുമെന്ന ഉറപ്പിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിലാണ് വി രാജേഷ് മേയറായതെന്നും ശ്രീലേഖ. ജനങ്ങൾക്ക് വേണ്ടിയാണ് കൗൺസിലറായി തുടരുന്നതെന്നും പ്രതികരണം. മേയറാക്കാത്തതിലെ അതൃപ്തി പരസ്യമാക്കുന്നത് ഇതാദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണത്തിന് 6 ആഴ്ച കൂടി സമയം അനുവദിച്ച് ഹൈക്കോടതി. നിലവിലെ അന്വേഷണത്തിൽ കോടതി തൃപ്തി അറിയിച്ചു. കൂടുതൽ ഉദ്യോഗസ്ഥരെ ആവശ്യമെങ്കിൽ ഉൾപ്പെടുത്താനും നിർദ്ദേശം. 19 SIT ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 85 സീറ്റുകളിൽ വിജയ സാധ്യതയെന്ന് കോൺഗ്രസ്. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും തർക്കങ്ങൾ ഇല്ലാതെ പൂർത്തിയാക്കും. വയനാട്ടിൽ നടക്കുന്ന ലക്ഷ്യ 2026 ക്യാമ്പിന് പിന്നാലെ സീറ്റ് വിഭജനം തുടങ്ങും. സിറ്റിംഗ് MLA-മാരിൽ ഭൂരിപക്ഷവും മത്സരിക്കും. യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകും. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ മണപ്പാട്ട് ഫൗണ്ടേഷന് NGOയ്ക്കും ചെയർമാനുമെതിരെ CBI അന്വേഷണം. ചെയർമാൻ അമീർ അഹമ്മദിനെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ. കേസിൽ സർക്കാർ തീരുമാനം അടുത്തയാഴ്ച. കേസ് നിലനിൽക്കില്ലെന്ന് നിയമോപദേശം. സംഭവത്തിൽ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്കെതിരെ കേസെടുത്തു പോലീസ്. കേസെടുത്തത് ആശുപത്രി അധികൃതർക്കെതിരെ ചികിത്സാ പിഴവിന്. സൂപ്രണ്ട്, ഡയാലിസിസ് യൂണിറ്റ് ജീവനക്കാർ എന്നിവർ പ്രതികൾ. പുതിയ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തും. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ അതൃപ്തി തുറന്നു പറഞ്ഞ് കൗൺസിലറും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ആർ ശ്രീലേഖ. തന്നെ മത്സരത്തിനിറക്കിയത് മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്താണെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം എന്തോ കാരണം കൊണ്ടത് മാറ്റിയെന്നും ശ്രീലേഖ പറഞ്ഞു. തന്നെ അവഗണിച്ചതായും ചതിച്ചതായും തോന്നുന്നില്ലെന്ന് പറഞ്ഞ ശ്രീലേഖ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നിർദ്ദേശിച്ചാലും വട്ടിയൂർക്കാവിൽ മത്സരിക്കാനില്ലെന്നും നിലപാടെടുത്തു. അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ കോർപ്പറേഷൻ ഇലക്ഷന് മത്സരിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുത്തെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ. അതുകൊണ്ട് ഞാനിവിടെ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി 10 പേർക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്നതായിരുന്നു ആദ്യത്തെ കാര്യം. പിന്നെ എന്നെ മത്സരിക്കാനായിട്ട് പെട്ടെന്ന് പറയുമ്പോൾ വിസമ്മതിച്ച വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ 3 പ്രാവശ്യം വിസമ്മതിച്ചിട്ടും അവർ പറഞ്ഞത് വെറും കൗൺസിലറായിട്ടല്ല മത്സരിപ്പിക്കുന്നത്, ഒരു BJP പാർട്ടിയുടെ മുഖമായിരിക്കും ഇപ്രാവശ്യം ഞാൻ, എല്ലാവരും വിജയിപ്പിച്ചെടുക്കണം, അതുപോലെ മേയറായിട്ട് പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങളിങ്ങനെ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞത് ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്ര നേരമായി ഒരു പാർട്ടി ജയിച്ചു വന്നു. ഒരു സ്ഥലത്തും എക്കാലവും ഇല്ലാതിരുന്നൊരു ചരിത്ര നേട്ടം ഭാരതീയ ജനതാ പാർട്ടി നഗരസഭയിൽ നേടിയെടുത്തു. അതിലൊക്കെയാണ് ഞാനിപ്പം ചാരിതാർത്ഥ്യവും സന്തോഷവും കണ്ടെത്തുന്നത്. അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പാർട്ടിയുടെ തീരുമാനമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പല തരത്തിലുള്ള സമന്വയ ചർച്ചകൾ വരാറുണ്ട്. അപ്പോൾ ഒരു ചർച്ച അവസാന സമയം വന്നപ്പോൾ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസത്തേക്കുള്ള ചർച്ചകളുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷേ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഡേ ശനിയാഴ്ച ദിവസമാണെന്ന് തോന്നുന്നു. അതിന് ചർച്ചകൾ വന്നപ്പോൾ അന്നാണ് ഇങ്ങനെ എല്ലാ കൗൺസിലർമാരെയും വിളിച്ച് ചർച്ച ചെയ്തത്. സമന്വയം ഉണ്ടാക്കണം, എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം എന്താണ്. അപ്പം എല്ലാവരോടൊപ്പം ഞാനും പറഞ്ഞു, കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനം എന്താണോ അതിനോടൊപ്പം ഞാൻ നിൽക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് എടുത്ത തീരുമാനം അറിയിച്ചപ്പോൾ അതിന് മേയർ എന്ന് പറയുന്നത് വേറെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരാളാണ് മേയർ ആവേണ്ടത്. കുറച്ചുകൂടെ രാഷ്ട്രീയ പരിചയമുള്ള, കോർപ്പറേഷനിൽ ഇരുന്നിട്ടുള്ള, അനുഭവ സമ്പത്തുള്ള, എന്നെക്കാളും എനിക്ക് 1.5 വർഷമല്ലേ ആയിട്ടുള്ളൂ പാർട്ടിയിൽ. അപ്പോൾ കുറച്ചും കൂടെ 30 വർഷത്തോളം പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച ഒരാളായിരിക്കും കുറച്ചുകൂടെ അഭികാമ്യം എന്നൊരു ചർച്ച ഉയർന്നു വന്നപ്പോൾ ഞാനതിനെ അംഗീകരിക്കുമായിരുന്നു. അതിനകത്ത് എനിക്ക് നിരാശയോ നീരസമോ ഒന്നുമില്ല. ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചതാണത്.
ഇങ്ങനെ ഒരു പരിഗണന ആദ്യം ഉണ്ടായിരുന്നു. അത് ഇലക്ഷൻ്റെ സമയത്തൊക്കെ അങ്ങനെ തന്നെ കേട്ടിരുന്നു. അതിനുശേഷം ഇങ്ങനെ മാറിയപ്പോൾ അതിനുള്ള കാരണം പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അഭിജിത്ത് ജയൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, അഭിജിത്ത് കേൾക്കുന്നുണ്ടോ? അഭിജിത്ത്, അതായത് ഈ മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്താണ് ശ്രീലേഖയെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത് എന്നുള്ളൊരു ആരോപണമാണ് ഉയർന്നു വരുന്നത്. ഇതിൽ മേയർ ആക്കാത്തതിൽ ശ്രീലേഖയ്ക്ക് അതൃപ്തി ഉണ്ടെന്നൊക്കെ ആദ്യ ഘട്ടത്തിലൊക്കെ പ്രതികരണങ്ങൾ വന്നിരുന്നുവെങ്കിൽ പോലും ശ്രീലേഖ അടക്കമുള്ളവർ അതിനോട് യോജിക്കുന്നൊരു നിലപാടല്ല സ്വീകരിച്ചത്. അങ്ങനെയൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് തന്നെ ശ്രീലേഖ രംഗത്തേക്ക് എത്തുകയാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഈ ബിജെപിയുടെ ഒരു നിർണായക മുഖം തന്നെയായിരുന്നു ശ്രീലേഖ. ആവണി, രാഷ്ട്രീയപരമായി ഇന്നത്തെ ശ്രീലേഖയുടെ പ്രതികരണത്തിന് വല്ലാത്ത മാനങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ തന്നെ കോർപ്പറേഷനിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലെ നേരിട്ട സമയം മുതൽ തന്നെ, ആദ്യഘട്ടം മുതൽ തന്നെ ശ്രീലേഖയുടെ പേര് മേയർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വലിയ തോതിൽ ഉയർന്നു കേട്ടതാണ്. പിന്നീട് ഒരു ഘട്ടത്തിൽ ഒരു സസ്പെൻസും ട്വിസ്റ്റും ഒക്കെ ഉണ്ടായിട്ടാണ് ഇത്തരത്തിൽ BB രാജേഷിന്റെ പേരിലേക്ക് നേതൃത്വം എത്തുകയും ചെയ്തത്. പക്ഷെ അപ്പോഴും BB രാജേഷ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ശ്രീലേഖ മേയർ പദവിയിലേക്ക് വരും എന്നുള്ളതായിരുന്നു അവസാന നിമിഷം വരെയും ഉയർന്നു കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഒരു ഘട്ടത്തിൽ BB രാജേഷിലേക്ക് നേതൃത്വം എത്തുകയും BB രാജേഷിന്റെ മികച്ച വിജയം അതോടൊപ്പം തന്നെ അദ്ദേഹം പാർലമെന്ററി രംഗത്തടക്കം BJPയുടെ വളരെ പ്രധാനപ്പെട്ട പദവികളിലേക്ക് അടക്കം ഇരുന്ന അദ്ദേഹത്തിന്റെ ഒരു കഴിവും പ്രാവീണ്യവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി നേതൃത്വം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ ആശാനാഥിനെ ഡെപ്യൂട്ടി മേയർ ആക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് ശ്രീലേഖ ഒരു പ്രതികരണവുമായി രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അതൃപ്തി കൃത്യമായി തുറന്നു പറയുകയാണ്. തെരഞ്ഞെടുപ്പിൽ നിർത്തിയത് കൗൺസിലറാകാൻ വേണ്ടി മാത്രമല്ല എന്നുള്ളതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. മേയറാക്കുമെന്നുള്ള വാഗ്ദാനത്തിന്റെ പുറത്താണ് ഈ തെരഞ്ഞെടുപ്പിനെ പോലും നേരിട്ടത് എന്നുള്ള നിലപാട് കൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, മത്സരിക്കാൻ വിസമ്മതിച്ച തന്നെ മേയറാക്കുമെന്നുള്ള ഉറപ്പിലാണ് നേതൃത്വം മത്സരിപ്പിച്ചത്. അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ താനായിരിക്കും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ മുഖം എന്നുള്ള കാര്യം കരുതിയിരുന്നു. സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട BJPയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് താൻ. മാത്രമല്ല 10 സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനുള്ള ചുമതല കൂടി നൽകുകയും ചെയ്തു. അത്തരത്തിൽ 10 വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം കൂടി അവർ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മളടക്കം, പ്രത്യേകിച്ച് ഞാനടക്കം അവരുടെ പ്രതികരണം തേടാൻ വേണ്ടി പോയ സമയത്ത് അവർക്ക് യാതൊരു അതൃപ്തിയും ഇല്ല എന്നുള്ള കാര്യം അവർ ആവർത്തിച്ച് പറയുമ്പോൾ പോലും കൃത്യമായി നേതൃത്വത്തോട് നീരസമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അവസാന നിമിഷമാണ് BB രാജേഷിനെ പരിഗണിക്കുന്ന കാര്യം താൻ അറിഞ്ഞത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്ന കാര്യം. മേയറായി പരിഗണിക്കും തന്നെ എന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചിരുന്നു. കുറച്ചുകൂടി രാഷ്ട്രീയ പാരമ്പര്യവും പരിചയവുമുള്ള ആളെന്നുള്ള നിലയ്ക്കായിരിക്കും ഒരുപക്ഷെ മേയർ പദവി BB രാജേഷിന് കിട്ടിയത് എന്നുള്ള കാര്യം ശ്രീലേഖ പറയുന്നുണ്ട്. അവഗണിച്ചതായും ചതിച്ചതായും നേതൃത്വം തന്റെ കാര്യത്തിൽ തോന്നുന്നില്ല. മാത്രമല്ല, പാർട്ടി നിർദ്ദേശിച്ചാലും ഇനിയിപ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നുള്ളതാണ് നിലപാടായി അടുത്ത് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്ന് ജനവിധി തേടും എന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടുകൾ BJPയുടെ സ്ഥാനാർത്ഥിയായി അങ്ങ് മത്സരിക്കുമല്ലോ എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആ കാര്യം ചോദിച്ചത് ഞാൻ തന്നെയാണ്. അപ്പോഴാണ് അവർ അതിന് മറുപടി നൽകുന്നത്. വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ താല്പര്യമില്ല, പാർട്ടി നിർദ്ദേശിച്ചാലും മത്സര രംഗത്തേക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നീരസം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. മാത്രമല്ല, ഈ കൗൺസിലറായി വിജയിച്ചതിൽ സംതൃപ്തയാണ്. 5 വർഷവും ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം തുടരും. മാത്രമല്ല, രാഷ്ട്രീയക്കാർക്കില്ലാത്ത ഒരു സത്യസന്ധത തനിക്കുണ്ട്. സംസ്ഥാനത്ത് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ പ്രൊഫസർ AG ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ AG ജോർജ്, താങ്കൾ ഈ ശ്രീലേഖയുടെ ഇന്നത്തെ മാധ്യമങ്ങളോടുള്ള പ്രതികരണമൊക്കെ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ മേയറാക്കാത്തതിൽ ശ്രീലേഖയ്ക്ക് ഒരു അതൃപ്തി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അത് പരസ്യമായി പറയാൻ ശ്രീലേഖ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ പരസ്യമായി തന്നെ തുറന്നടിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എങ്ങനെയാണ് ഈ പ്രതികരണത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? ശ്രീമതി ശ്രീലേഖ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപും അതിനുശേഷവും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ട്. അത് വളരെ പ്രകടമാണ്. ഇതിനകം വെച്ച് അവർ പറഞ്ഞ, അല്ലെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങളോട് പലവട്ടം സംസാരിച്ചപ്പോഴൊക്കെ മുൻപ് പറഞ്ഞിരുന്നതല്ല പിന്നെ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അവരെ ഇതിൽ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയായി നിർണയിച്ചപ്പോൾ തന്നെ
അവർക്ക് മേയർ പദവി കൊടുക്കാമെന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തതെന്നുള്ളത് എല്ലാവരും അന്ന് മനസ്സിലാക്കിയതാണ്. മാത്രവുമല്ല BJP എന്ന് പറയുന്ന പാർട്ടിയും അവരെ മുന്നിൽ നിർത്തി ആ തരത്തിൽ കോർപ്പറേഷൻ പിടിച്ചെടുക്കണം എന്നുള്ള ധാരണയോടുകൂടി തന്നെയാണ് പ്രചരണം ആദ്യം മുതൽ തന്നെ നടത്തിയതും. അപ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം അവരുടെ സീനിയോറിറ്റി അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത പാർട്ടിയിലെ സീനിയോറിറ്റി അല്ല, അവരുടെ ഔദ്യോഗിക സ്ഥാനത്തുള്ള സീനിയോറിറ്റി വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ പരിഗണിക്കുമ്പോൾ അതിനേക്കാൾ ഉപരി ഒരു വനിത എന്ന രീതിയിൽ അവർക്ക് തീർച്ചയായും അതിന് അർഹതയുണ്ട് എന്ന രീതിയിൽ വ്യാപകമായി BJP തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ പേര് മുന്നിൽ വെച്ച് പ്രചരിപ്പിച്ചിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഷ്ടിച്ച് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിലും 50 പേരുമായി ഏറ്റവും വലിയ കക്ഷിയായി BJP മാറിയപ്പോൾ BJP തന്നെ ആ നിലപാട് പതുക്കെ മാറ്റി തുടങ്ങി. അതിൽ വളരെയേറെ അസ്വസ്ഥയായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. BJP അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ സമയത്ത് പോലും നമ്മളെല്ലാവരും കണ്ടതാണ്, നിങ്ങളൊക്കെ ചിത്രങ്ങൾ കാണിച്ചതാണ്. അവര് പൂർണ്ണമായിട്ട് ആ ചടങ്ങിൽ പങ്കെടുക്കാതെ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിപ്പോകുന്നത്. അതൊക്കെ അവരുടെ മനസ്സിലെ അതൃപ്തിയായിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിരുന്നു. അതിനെ തുടർന്നാണല്ലോ പിന്നീട് ഒരു ചെറിയ വിവാദം ഉണ്ടായത്. അതായത് അവരുടെ ഓഫീസ് ഉപയോഗത്തെ സംബന്ധിച്ച് പഴയ മേയറായിരുന്ന ഇപ്പോഴത്തെ MLA ആയ പ്രശാന്തുമായിട്ടുണ്ടായിരുന്ന ഒരു അഭിപ്രായ വ്യത്യാസവും അത് ഉണ്ടാക്കിയതായിട്ടുള്ള പ്രശ്നങ്ങളും അവിടെയൊക്കെ അവര് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പാർട്ടിയുടെ ഒരു ഇമേജിന് അല്പമെങ്കിലും കോട്ടമാണ് വരുത്തിയത്. സ്വല്പം അപക്വമായി പോയി അവരുടെ പെരുമാറ്റം ഒന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ BJPക്കുള്ളിൽ തന്നെ അന്ന് അഭിപ്രായങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനേക്കാൾ എല്ലാം ഉപരിയായി എന്തുകൊണ്ടാണ് അവർക്ക് മേയർ സ്ഥാനം നഷ്ടപ്പെട്ടു പോയത് എന്നതിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വിശകലനം ചെയ്യുമ്പോൾ അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് BJPയിൽ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമില്ല, പരിചയമില്ല, ദീർഘകാലമായിട്ടൊന്നുമില്ല. ആ കൂടെ 2 വർഷമേ ആയുള്ളൂ അവർ BJPയിൽ ചേർന്നിട്ട്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പാരമ്പര്യം ഇല്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട അവർക്കെതിരായിട്ടുള്ള ഒരു ആരോപണമല്ല, ഒരു വിമർശനമായിരുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം RSS എന്ന് പറയുന്നത് ഈ മേയർ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ പങ്ക് ഈ BJPയിൽ ചെലുത്തിയിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ മൊത്തമാണ് അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിച്ചപ്പോഴും മേയർ തെരഞ്ഞെടുപ്പിലും RSS നിർണായകമായ സ്വാധീനം ചെലുത്തി. അത് നോക്കുമ്പോൾ RSSന് താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല ശ്രീലേഖ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവരെ ആവശ്യപ്പെട്ടിരുന്നത് ചെറുപ്പകാലം മുതൽ ABVP മുതൽ RSSനൊക്കെ പ്രവർത്തിച്ച താരതമ്യേന രാഷ്ട്രീയത്തിൽ സീനിയർ ആയിട്ടുള്ള PV രാജേഷാണ് യഥാർത്ഥത്തിൽ മേയർ സ്ഥാനത്തിരിക്കേണ്ടത്. കാരണം ഒരു രാഷ്ട്രീയത്തിലെ ഒരു പിൻഗാമി എന്ന രീതിയിൽ മുൻപിരുന്ന രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനങ്ങളെയൊക്കെ നന്നായി വിമർശിക്കുകയും പ്രതിപക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് നന്നായി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യം കൂടെ അദ്ദേഹത്തിനുള്ളതുകൊണ്ട് ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ PV രാജേഷിന് മുൻതൂക്കം കിട്ടി. അപ്പോൾ PV രാജേഷിന് 2 കാരണങ്ങളാണ്. ഒന്ന്, പാർട്ടിയിലെ പ്രവർത്തന പാരമ്പര്യം, 2 അദ്ദേഹത്തിന്റെ RSSനുള്ള പിന്തുണ. ഇതെല്ലാം കൂടെ ലഭിച്ചപ്പോൾ സ്വാഭാവികമായി ശ്രീലേഖ തഴയപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ പരമാർത്ഥം. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ അവർ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പറയുന്നു, ഞാൻ താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ, എനിക്ക് അതിനകത്ത് അങ്ങനെ വിരോധമൊന്നുമില്ല അല്ലെങ്കിൽ അതൃപ്തിയൊന്നുമില്ല എന്നൊക്കെ ഇപ്പൊ പറയുന്നെങ്കിൽ പോലും അത് ഒരു മുഖം രക്ഷിക്കൽ മാത്രമായിട്ടേ കാണാനായി സാധിക്കുള്ളൂ. യഥാർത്ഥത്തിൽ അവർ അതൃപ്തയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അവർ മേയർ സ്ഥാനം ആഗ്രഹിച്ചിരുന്നു, അവർ പ്രതീക്ഷിച്ചിരുന്നു. അവർക്ക് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയതാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനകത്തുള്ള അസംതൃപ്തി അവരുടെ ശരീരഭാഷയിലുണ്ട്. ഇപ്പോൾ അവർ പതുക്കെ പറഞ്ഞ് അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലും മറ്റു വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും ഇവിടെ പരക്കെ സംസാരമുണ്ട്. അവര് ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിലെ BJP സ്ഥാനാർത്ഥിയായി നിർത്തുമെന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിന് ആധികാരികമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല പാർട്ടിയിൽ നിന്ന്. അപ്പൊ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതൊന്നും നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി അവരിപ്പോൾ ചുവട് മാറ്റിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരെ ബോധപൂർവ്വം തഴഞ്ഞതാണ്. അതിന് കാരണങ്ങൾ കണ്ടെത്തിയത് രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ഇല്ലായ്മ, അതുപോലെ തന്നെ 2 വനിതകളാകുന്ന ഒരു അസാധാരണത്വം. അതായത് മേയർ വനിതയായി കഴിഞ്ഞാൽ ഡെപ്യൂട്ടി മേയർ റിസർവേഷൻ ആവുമ്പോൾ അതും വനിതയാകും. അങ്ങനെയൊക്കെയുള്ള ചില ന്യായങ്ങൾ കണ്ടെത്തിയാണ് അവർക്ക് മേയർ സ്ഥാനം നിഷേധിച്ചത്. അവരെ ഉള്ളിന്റെ ഉള്ളിൽ അക്കാര്യത്തിൽ അതൃപ്തിയുള്ളവരാണ്. ഇനി അവരുടെ അതൃപ്തി മാറ്റാൻ വേണ്ടി BJP കേന്ദ്ര നേതൃത്വമൊക്കെ ഇടപെട്ട് മറ്റെന്തെങ്കിലും പരിഹാരക്രിയ ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്.
ശരി, വളരെയധികം നന്ദി ശ്രീ AG ജോർജ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറാക്കുമെന്ന ഉറപ്പിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിച്ചത് എന്നുള്ളൊരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ് കൗൺസിലറും മുൻ DGPയുമായ R ശ്രീലേഖ. കൗൺസിലറാകാൻ വേണ്ടിയല്ല മത്സരിപ്പിച്ചതെന്നാണ് ശ്രീലേഖ ഇപ്പോൾ തുറന്നു പറയുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്നു കേട്ട തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ട 2 പേരുകളായിരുന്നു VV രാജേഷും R ശ്രീലേഖയും. അതിൽ കൂടുതൽ മുൻതൂക്കം R ശ്രീലേഖയ്ക്ക് തന്നെയാണ് ലഭിക്കുന്നത് എന്നുള്ളൊരു വിവരങ്ങളും ഒക്കെ പുറത്തു വന്നപ്പോഴാണ് അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് VV രാജേഷ് മേയറാകുന്നത്. അതിന് പിന്നാലെ R ശ്രീലേഖയ്ക്ക് അതൃപ്തിയുണ്ട് എന്നുള്ള രീതിയിൽ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നുവെങ്കിൽ പോലും അത് സ്ഥിരീകരിക്കുന്ന ഒരു സമീപനം അത് R ശ്രീലേഖ പോലും സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മറിയുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ഷാബു പ്രസാദ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ഈ മേയർ ആക്കുമെന്നുള്ള ഒരു വാഗ്ദാനത്തിന് പിന്നാലെയാണ് താൻ മത്സരിച്ചതെന്നാണ് R ശ്രീലേഖ പറയുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ വട്ടിയൂർക്കാവിൽ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ പോലും താൻ മത്സരിക്കില്ല എന്നുള്ളൊരു കാര്യവും ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് ശ്രീലേഖ പ്രതികരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാകും BJP ഈ ഒരു കടമ്പ മറികടക്കാൻ പോകുന്നത്? ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രീലേഖ എന്ന് പറയുന്നത് ഒരു പ്രമുഖ മുഖം തന്നെ ആയിരുന്നില്ലേ? ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥയായിരുന്നു. അവര് തീർച്ചയായിട്ടും BJPയിലെ ഒരു മാധ്യമ മുഖം തന്നെ ആയിരുന്നു എന്നല്ല, ഇപ്പോഴും ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ശ്രീലേഖ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ലഭിച്ചിരുന്ന ഒരു പരിഗണന അത് തെരഞ്ഞെടുപ്പിന് ശേഷം ലഭിക്കുന്നില്ല എന്നാണ്. മുൻപൊക്കെ ചർച്ചകൾക്ക് പോലും തന്നെയാണ് BJP അയച്ചിരുന്നതെന്നും എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതിയെന്നും ശ്രീലേഖ പറയുന്നുണ്ട്. തിരുവനന്തപുരം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം, അതായത് കേരളത്തിലെ BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണത്. 3 മാസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ദേശീയ തലത്തിൽ തന്നെ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്ഥലമാണ്. രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകിച്ച് CPM ഈ ഒരു പരാജയത്തിൽ ഉൾക്കൊള്ളാൻ അവർക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല. അവർ ഏതറ്റം വരെയും എന്തൊക്കെ വൃത്തികേടുകൾ കാണിക്കാമോ അത് മുഴുവനും ചെയ്യും എന്നുള്ള ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, അങ്ങനെയുള്ള ഒരിടത്തില് ഈ വളരെ നിർണായകമായ ഈ 3 മാസം വരാൻ പോകുന്നു. അവിടെ തികച്ചും അതായത് അടിമുടി രാഷ്ട്രീയക്കാരനായ രാഷ്ട്രീയം അറിയാവുന്ന, തിരുവനന്തപുരത്തിന്റെ ഓരോ പൾസും അറിയാവുന്ന ഒരാൾ തന്നെയാണ് അവിടെ മേയറായിരിക്കേണ്ടത് എന്നുള്ള BJPയുടെ രാഷ്ട്രീയ തീരുമാനമാണത്. ആ തീരുമാനം വളരെ ശരിയുമാണ് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇലക്ഷന്റെ സമയത്ത് ഇപ്പം ഒരുപക്ഷെ ഇനിയിപ്പം ഇവർ പറയുന്നു വാഗ്ദാനം ചെയ്തിരുന്നു എന്നുള്ളത്, അതൊക്കെ BJP നേതൃത്വം ക്ലിയർ ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിട്ട് കാര്യം വലിയൊരു പദവിയിൽ ഇരുന്ന് റിട്ടയർ ചെയ്തവരാണ്. രാഷ്ട്രീയ പരിചയമില്ല, പക്ഷെ തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. അതാണ് ചിലപ്പോൾ മനുഷ്യരല്ലേ, അതിൻ്റെതൊക്കെ പല ആഗ്രഹങ്ങൾ കാണും. അപ്പോ അത് പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ ആഗ്രഹിച്ചത് ലഭിക്കാതെ വരുമ്പോൾ ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവില്ല. അതൊന്നും നമ്മൾ അങ്ങനെ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അവര് ഈ പത്രക്കാരോടും ചോദിക്കുമ്പോൾ ഓരോ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പം അവര് വളരെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഉള്ള ഒരു പ്രതികരണമാണ് ഈ വരുന്നത്. അതായത് ഈ തന്റെ ഓരോ വാക്കുകളും എത്രത്തോളം അളന്നു മുറിച്ചതായിരിക്കണം എന്ന് എന്ന രീതിയിൽ ചിന്തിക്കാനുള്ള ആ ഒരു രാഷ്ട്രീയപരമായ പരിചയം ശ്രീലേഖയ്ക്ക് കുറവാണ്. കാര്യം തന്റെ ഏത് വാക്കുകൾ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ വളച്ചൊടിക്കപ്പെടുകയും അല്ലെങ്കിൽ അതിന് ഒരിക്കലും ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പ്രചരണം ലഭിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അതായത് മാധ്യമങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് പറയാൻ അറിയില്ല എന്ന് പറയുമ്പോൾ പോലും അവരൊരു മുൻ DGP ആയിരുന്നു, അവർക്ക് മാധ്യമങ്ങളോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല എന്നാണോ താങ്കൾ പറയുന്നത്? DGP ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള DGP മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതും ഒരു രാഷ്ട്രീയ മുഖമായി നിൽക്കുന്ന ഒരാൾ പ്രതികരിക്കുന്നതും രണ്ട് രീതിയിലാണ്. ഇപ്പം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു DGP ആയിരിക്കുന്ന അല്ലെങ്കിൽ ആ പോലീസിന്റെ ഉന്നതതലത്തിൽ ഇരിക്കുന്നവർ അവരുടെ ആ ഒഫീഷ്യൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ മാധ്യമങ്ങളെ കാണേണ്ടതായിട്ടുള്ളൂ. ഇവിടെ അതല്ല.
ഇത് രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ 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 കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ളൊരു ഇടമാണത്. അവിടെ തന്റെ ഓരോ വാക്കുകളും ഓരോ അക്ഷരം പോലും പ്രധാനമാണ്. ഓരോ ഭാവം പോലും, മുഖത്ത് വരുന്ന ഭാവങ്ങൾ പോലും ഇവിടെ വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. നമ്മളിത് കാണുന്നതല്ലേ. ഇപ്പൊ ബഹുമാനപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ MP കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ആ സുരേഷ് ഗോപി ഈ വിചാരണ ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ചില സമയത്തെ മുഖഭാവം അല്ലെങ്കിൽ പ്രതികരണത്തിന്റെ ഒരു സ്വഭാവം, ശബ്ദത്തിന്റെ ടോണ്, ഇതൊക്കെ നോക്കിയിട്ടാണ്. അങ്ങനെയാണ് ഈ മാധ്യമങ്ങളുടെ ഈ സ്വഭാവം മനസ്സിലാക്കി വേണം ഈ പുതുതായിട്ട് BJP-യിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. എത്ര വലിയ പ്രൊഫഷണൽ ആയാലും ശരി, ആർട്ടിസ്റ്റ് ആയാലും ശരി, ആരായാലും ശരി, അത് അവർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതിന്റെ, കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു തെളിവായിട്ടാണ് ഞാൻ ശ്രീലേഖ മാഡത്തിന്റെ ഈ പ്രതികരണത്തെ കാണുന്നത്. പക്ഷെ അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊരു കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമാണ്. അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയിൽ അവര് അതനുസരിക്കാനും അത് അംഗീകരിക്കാനും സർവാത്മന അതിനോടൊപ്പം നിൽക്കാനും ബാധ്യതയാണ്. ഞാനത് ചെയ്യുന്നു. എന്റെയും അഭിപ്രായം ഇത് തീർച്ചയായിട്ടും ഇത് നല്ലതിനായിരിക്കും. അതാർക്കും പറയാനില്ല. അവരിങ്ങനെ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഓരോ പാസീവ് കമന്റ്സ്, അല്ലാതെ ശരിയാണ്, ഞാൻ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, അപ്പൊ എന്തോ പോടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുമോ എന്ന അതുപോലെയുള്ള വാക്കുകൾ മാത്രം എടുത്ത് പ്രചരിപ്പിക്കുന്നതിന് തെറ്റൊന്നുമില്ല. കാര്യം മാധ്യമങ്ങൾക്ക് റീച്ച് ഒരു പ്രധാനമാണ്. എന്നാൽ അവർ പറഞ്ഞ മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഇതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും രാജേഷ് ആണ് നല്ലത് എന്ന് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമാണിത്. അതിനോടൊപ്പം നിൽക്കുകയാണ്. എന്റെ എല്ലാ പിന്തുണയും ഇവിടെ ഉണ്ടാകും. ഇതെല്ലാവരും പറയുന്നുണ്ട്. അതൊന്നും മാധ്യമങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു സെൻസേഷണൽ ഫാക്ടർ എവിടെങ്കിലും ഏതെങ്കിലും ഉള്ള ഒരു വാക്ക് മാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ മാത്രം എടുത്ത് പ്രചരിപ്പിക്കുന്നതിൻ്റെ പറ്റത്തുമില്ല. പക്ഷെ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ സ്വഭാവം, ആ രീതി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പാഠം കൂടിയാണ്. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇത് ബാധകമാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ഷാബു പ്രസാദ് പ്രതികരിച്ചതിന്. ഇപ്പോൾ CPM-ൽ നിന്നും SP ദീപക് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദീപക്, നമുക്ക് ഈ VK പ്രശാന്തിന്റെ കാര്യത്തിൽ പോലും നമ്മൾ കണ്ടതാണ്, R ശ്രീലേഖ ഓഫീസ് ഒഴിയണമെന്ന് പ്രശാന്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ പോലും BJP പറഞ്ഞത് ഇത്തരത്തിലൊരു സമീപനം വേണ്ടിയിരുന്നില്ല, ശ്രീലേഖയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു സമീപനം വേണ്ടിയിരുന്നില്ല എന്നും അപക്വമായി പോയി എന്നുമാണ്. അങ്ങനെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഒരു സപ്പോർട്ട് ലഭിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഒരു കൗൺസിലറായി മാറുകയാണോ R ശ്രീലേഖ? തീർച്ചയായിട്ടും. യഥാർത്ഥത്തിൽ ഈ ശ്രീലേഖ ആദ്യം ഇവർ തന്നെ പ്രഖ്യാപിച്ചിരുന്നത് മേയർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, അതായത് വെളുത്ത പെണ്ണിനെ കാണിച്ചിട്ട് കറുത്ത പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു പഴയ ചൊല്ലുണ്ട്. അതുപോലെ ആയിപ്പോയി ശ്രീലേഖയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അവര് ഇന്റർനെറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് അവര് മേയർ കാൻഡിഡേറ്റ് ആയിട്ടാണ് അവര് BJP അവതരിപ്പിച്ചത്. അതിനെ അന്ന് ആരും ഒന്നും പറയുകയോ ഡിസ്പ്യൂട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. പക്ഷെ കാര്യങ്ങളോട് അടുത്തപ്പോഴത്തേക്ക് RSS കേന്ദ്രങ്ങളിൽ നിന്ന് നേരെ തീരുമാനിക്കുന്ന സ്ഥിതിയിലേക്ക് വരികയും അവര് തടയപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് കുറെ കാലമായിട്ട് ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടന്ന സന്ദർഭങ്ങളിലെല്ലാം ഇപ്പൊ ഒരു കൗൺസിലർ തന്നെ ഈ പറയുന്ന RSS-നെയും BJP-യും കുറ്റപ്പെടുത്തിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന രൂപത്തിലേക്ക് മാറി. മറ്റൊരു പ്രാദേശിക നേതാവാണെന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയാക്കാത്തത് കൊണ്ട് തന്നെ എഴുതി വെച്ച് ആത്മഹത്യ ചെയ്തു. മറ്റൊരു RSS പ്രവർത്തകനാണെന്നുണ്ടെങ്കിൽ BJP പ്രവർത്തകനാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥാനാർത്ഥിയാക്കാത്തത് കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വന്നു. ഈ പറയുന്ന പോലെ നമ്മുടെ രാഷ്ട്രീയത്തിനകത്ത് ഇതൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത രൂപത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോ BJP RSS കൂട്ടുകെട്ടിനകത്ത് നിന്ന് പുറത്തു വന്നുകൊണ്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോ നോക്കുമ്പോൾ 8 ദിവസമായുള്ളൂ ഈ പറയുന്ന കോർപ്പറേഷൻ നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷെ 8 നിലയിലുള്ള അഭിപ്രായമാണ് ആ പ്രസ്ഥാനത്തിനകത്തുനിന്നും അതിനകത്ത് പ്രവർത്തിക്കുന്നവരുടെ നിന്ന് വരുന്നത്. നമ്മുടെ കോർപ്പറേഷന്റെ കഴിഞ്ഞകാല വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം ഈ പറയുന്ന ഒരു അഭിപ്രായം സ്വരൂപിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നതോടുകൂടി തന്നെ
ഒന്നും നടക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ഒരു ഭയമാണ് നേതൃത്വത്തിൽ എനിക്കുള്ളവർക്ക് ഉള്ളത് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോർപ്പറേഷന്റെ നഗരസഭയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ തുടർന്ന് കൊണ്ടുപോകാനായിട്ട് കൊണ്ടിരുന്നതാണ്. അതായത് ഇപ്പോൾ ആർ ശ്രീലേഖ തന്നെ പറയുന്നുണ്ട്, ഒരുപക്ഷെ തന്നെക്കാൾ നന്നായി തിരുവനന്തപുരം അറിയുന്നത് വി രാജേഷിനായിരിക്കാം. ഒരുപക്ഷെ വി രാജേഷിന് തന്നെക്കാൾ നന്നായി ഭരിക്കാൻ അറിയാം എന്നതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു തീരുമാനം നേതൃത്വം എടുത്തത് എന്നാണ്. അങ്ങനെ തന്നെ ആയിരിക്കുമോ നേതൃത്വം കരുതിയിട്ടുണ്ടാവുക, അതോ ശ്രീലേഖയെ തഴഞ്ഞത് തന്നെയാണോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മെട്രോ മാൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് കൊണ്ടുവന്നു. ഇവിടെ പോയി ഇപ്പൊ ഈ പ്രശസ്തനായിട്ടുള്ള ഒരു പിന്നെ രാജസേന എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധായകനെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി. ഇപ്പൊ ഇവിടെ പോയി ഇവരെല്ലാം ഇത് തിരിച്ചറിഞ്ഞ് ഈ പറയുന്നത് പോലെ തന്നെ ഇവരെല്ലാം പൊള്ളയായിട്ടുള്ള വാഗ്ദാനം ഇത്തരം ആളുകളെ വെച്ച് പിന്നെ അവർക്ക് കൊടുത്തതിന് ശേഷം അവരെല്ലാം ഇതിനകത്ത് നിൽക്കാൻ പറ്റാതെ തഴയപ്പെടുന്നതായി മാറുന്ന ചില കാര്യങ്ങൾക്ക് ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രം ഇത്തരം ആളുകളെ പിന്നെ എടുത്തു കാണിക്കുന്ന പ്രവണതയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇപ്പൊ ഇവരെ ഒരു മേയർ കാൻഡിഡേറ്റ് അവർക്ക് തെരഞ്ഞെടുപ്പിനകത്ത് ജയിക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. അവര് ജയിച്ചപ്പോ അവര് ഈ പറയുന്ന പോലെ അവരെ തന്നെ മാറ്റിക്കൊണ്ട് അവര് ഈ പറയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അവര് വേറെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനൊന്നും ഞാൻ കിടക്കുന്നില്ല. കാര്യം അതെല്ലാം അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. പക്ഷെ ഇതൊന്നും നല്ല രാഷ്ട്രീയമല്ല എന്നുള്ള കാര്യത്തിനകത്ത് ഈ പറയുന്നത് പോലെ തന്നെ ഇത് ഒന്നും നമ്മുടെ ഇവിടെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രൂപത്തിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ വളരെ മോശമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമെന്ന് അടയാളപ്പെടുത്തുന്നതാണ് ഇത്തരം സംഭവ വികാസങ്ങൾ എന്നുള്ളതാണ്. ഒരു സത്യം പറഞ്ഞാൽ കഴിഞ്ഞപ്പോ തന്നെ ഇറങ്ങിപ്പോയല്ലോ. ഒരു വാക്ക് പോലും അവിടെ ഇരിക്കുന്ന പത്രക്കാരോട് പോലും പറയാൻ വേണ്ടിയിട്ട് അവര് തയ്യാറല്ല. അവരുടെ കടുത്ത പ്രതിഷേധത്തിലാണെന്ന് അവര് ആ പിന്നെ സത്യം പറഞ്ഞ തന്നെ ഇറങ്ങിപ്പോയത് എന്നുള്ളതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ദീപക് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിയായാണ് ആർ ശ്രീലേഖയെ മത്സരിപ്പിച്ചത്. എന്നാൽ അവസാന ഘട്ടത്തിൽ വി രാജേഷിന് ആ അവസരം നൽകിയെന്നുമുള്ളൊരു ആരോപണമാണ് ആർ ശ്രീലേഖ ഉന്നയിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തിയൊക്കെ ശ്രീലേഖയ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ആർ ശ്രീലേഖ ഈ ഒരു വിഷയവുമായി രംഗത്തെത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഇപ്പോൾ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളോട് തുറന്നടിച്ചിരിക്കുകയാണ്. തനിക്കുള്ളിലെ അതൃപ്തി അത് പരസ്യമായി തന്നെ ആർ ശ്രീലേഖ ഇപ്പോൾ പറയുന്നുണ്ട്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ പോലും താൻ മത്സരിക്കില്ല എന്നും ആർ ശ്രീലേഖ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു കടമ്പ ഇതിനി BJP എങ്ങനെ മറികടക്കുമെന്നുള്ളതിലാണ് ഇപ്പോൾ എല്ലാവരിലും ഒരു ആശങ്കയുള്ളത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.